ആലുവയിൽ കാണാതായ 12 വയസ്സുകാരിയെ കണ്ടെത്തി. അങ്കമാലിയിൽ നിന്നാണ് ആലുവ പോലീസ് കുട്ടിയെ കണ്ടെത്തിയത്. ഇന്ന് വൈകുന്നേരമാണ് ഇതര സംസ്ഥാന തൊഴിലാളിയുടെ മകളെ കാണാതായത്. കൂടുതൽ വിവരങ്ങളുമായി ബീന റാണി ചേർന്നുണ്ട്. ബീന, എന്താണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? വൈകിട്ട് ഏതാണ്ട് 4:30യോടെയാണ് വെസ്റ്റ് ബംഗാളിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം ഈയിടെ ആലുവയിലെത്തിയ പെൺകുട്ടിയെ കാണാതാകുന്നത്. 12 വയസ്സുള്ള പെൺകുട്ടിയായിരുന്നു. പെൺകുട്ടി 2 യുവാക്കളോടൊപ്പം പോകുന്ന ദൃശ്യങ്ങൾ CCTVയിൽ പതിഞ്ഞിരുന്നു. കഴിഞ്ഞ ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഒരു ബാലികയെ വീട്ടിൽ നിന്ന് തട്ടിക്കൊണ്ടുപോയി പീഡിപ്പിച്ച സ്ഥലത്തിനടുത്താണ് ഈ സംഭവം നടന്നതെന്ന് കൂടുതൽ ആശങ്ക വർദ്ധിപ്പിച്ചു. അതുകൊണ്ട് തന്നെ പോലീസ് ഊർജിതമായി അന്വേഷണം തുടങ്ങിയിരുന്നു. അതിനിടയിലാണ് പെൺകുട്ടി മുർഷിദാബാദിൽ നിന്ന് ഒരാൾ നിർദ്ദേശിച്ചത് പ്രകാരം ഒരു സുഹൃത്തിനൊപ്പം പോകുന്നത് കണ്ടതായി നാട്ടുകാരിൽ ഒരാൾ പറഞ്ഞതോ, ഒപ്പം തന്നെ CCTV ദൃശ്യങ്ങളിലും പെൺകുട്ടി നടന്നു പോകുന്ന ദൃശ്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തായാലും അല്പസമയത്തിന് ശേഷം പോലീസിന്റെ ഒരു സമയോചിതമായ ഇടപെടൽ മൂലം ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ അങ്കമാലി റെയിൽവേ ലൈനിന് സമീപം അങ്ങാടിക്കടവ് ഭാഗത്തു നിന്ന് ഈ പെൺകുട്ടിയെ കണ്ടെത്തുകയായിരുന്നു. ബംഗാൾ സ്വദേശിയായ ഒരു സുഹൃത്തിനൊപ്പമാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. നാട്ടിലേക്ക് ബീന, ഒരുപക്ഷെ നമുക്കറിയാം, മുൻപ് ഇത്തരത്തിൽ ആലുവയിൽ സമാനമായ രീതിയിലൊരു സംഭവം, അല്ലെങ്കിൽ ഇത്തരത്തിൽ കുട്ടിയെ തട്ടിക്കൊണ്ടുപോയി കൊലപ്പെടുത്തുക അടക്കമുള്ള വാർത്ത നമ്മൾ മുമ്പ് കൊടുത്തിരുന്നു. അത്തരത്തിൽ നോക്കുകയാണെങ്കിൽ ഒരുപക്ഷെ ഇപ്പോൾ നടന്ന ഈ ഒരു സംഭവത്തിലും കൂടുതൽ വിശദമായ അന്വേഷണങ്ങൾ ഉണ്ടാവേണ്ടതല്ലേ? തീർച്ചയായും. വൈകിട്ട് 5 മണിക്ക് കടയിൽ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ടാണ് പെൺകുട്ടി വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത്. 6 മണിയായിട്ടും തിരിച്ചെത്താത്തതിനെ തുടർന്ന് പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരിസരങ്ങളിലെല്ലാം അന്വേഷിച്ചെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞില്ല. ഒരു സാഹചര്യത്തിൽ അവർ ആലുവ ഈസ്റ്റ് പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുകയായിരുന്നു. തുടർന്ന് പോലീസ് എത്തി അന്വേഷണം ഊർജിതമാക്കി. അങ്ങനെയാണ് CCTV ദൃശ്യങ്ങൾ പരിശോധിക്കുന്ന സാഹചര്യം ഉണ്ടായത്. ഇത് പരിശോധിച്ചതിൽ നിന്ന് പെൺകുട്ടി നടന്നു പോകുന്നതും അതിന്റെ പിന്നാലെ 2 പേരെ പെൺകുട്ടിയെ പിന്തുടർന്നതുമായ ദൃശ്യങ്ങൾ ലഭിച്ചിട്ടുണ്ടെന്ന് പോലീസ് ആദ്യം തന്നെ വ്യക്തമാക്കിയിരുന്നു. എന്നാൽ പോലീസ് വ്യക്തമാക്കിയ മറ്റൊരു കാര്യം, മാതാപിതാക്കളിൽ നിന്ന് ലഭിച്ച ഒരു വിവരമനുസരിച്ച് മുർഷിദാബാദിൽ നിന്ന് ഒരു സുഹൃത്തിന്റെ നിർദ്ദേശപ്രകാരമാണ് പെൺകുട്ടി ഇത്തരത്തിൽ വീട്ടിൽ നിന്ന് ഇറങ്ങി യാത്ര ചെയ്തത് എന്നാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പറഞ്ഞിരുന്നത്. തുടർന്ന് അന്വേഷണം ഊർജിതമാക്കി. ഒപ്പം തന്നെ നാട്ടുകാരിൽ ഒരാളും പെൺകുട്ടിയുടെ അച്ഛന്റെ സഹോദരനും ഇത് ശരിവച്ചിരുന്നു. മുർഷിദാബാദിൽ നിന്ന് കിട്ടിയ നിർദ്ദേശമനുസരിച്ച് ഒരു സുഹൃത്തിനൊപ്പം പെൺകുട്ടി തിരിച്ച് പോയി എന്ന ഒരു വിവരമാണ് പോലീസ് ആദ്യഘട്ടത്തിൽ പങ്കുവച്ചത്. തുടർന്നാണ് അങ്കമാലി റെയിൽവേ ലൈനിന് സമീപം അങ്ങാടിക്കടവ് ഭാഗത്തു നിന്ന് ഇങ്ങനെ പെൺകുട്ടിയെ കണ്ടെത്തിയത്. അത് ഇതര സംസ്ഥാന തൊഴിലാളികൾ താമസിക്കുന്ന ഒരു കോളനിയുടെ ഭാഗത്തു നിന്ന് തന്നെയാണ് പെൺകുട്ടിയെ കണ്ടെത്തിയത്. അങ്കമാലി റെയിൽവേ സ്റ്റേഷനിലെത്തി തിരിച്ച് കൽക്കട്ടയ്ക്ക് യാത്ര ചെയ്യാനും ലക്ഷ്യമിട്ടാണ് പെൺകുട്ടി അങ്കമാലിയിൽ എത്തിയതെന്നാണ് പിന്നീട് ലഭിച്ച വിവരം. എന്തായാലും മുർഷിദാബാദിൽ നിന്നെത്തിയ ഒരു യുവാവിനെ കേന്ദ്രീകരിച്ച് നടത്തിയ അന്വേഷണത്തിൽ ഒടുവിലാണ് ഇത്തരത്തിലൊരു സ്ഥലം കണ്ടെത്തുന്നതും. പെൺകുട്ടി 2 മാസത്തിന് മുമ്പാണ് ബംഗാളിൽ നിന്ന് മാതാപിതാക്കളോടൊപ്പം താമസിക്കാൻ എത്തിയത്. എന്നാൽ ഇവിടെ തുടർന്ന് താമസിക്കാൻ താല്പര്യമില്ല എന്ന് സൂചിപ്പിച്ചുകൊണ്ടാണ് പെൺകുട്ടി നാട് വിടാൻ ശ്രമിച്ചതെന്നാണ് ഇപ്പോൾ പോലീസ് നൽകുന്ന വിവരം. യെസ്, വ്യക്തമാണ്. ബീന റാണിയാണ് വിശദമായ റിപ്പോർട്ടുകൾ പങ്കുവച്ചത്.